സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീകാന്ത് സച്ചിയോട് പറയുകയാണ്, നീ ഏട്ടൻ കടയിലേക്ക് വരണമെന്ന് പറയുന്നു. അങ്ങനെ ശ്രീകാന്തിൻ്റെ നിർബന്ധപ്രകാരം സച്ചി രേവതിനെയും കൂട്ടി കടയിൽ ചെല്ലാം എന്ന് പറയുന്നു. ഒരു കപ്പിൾസിനുള്ള എന്നൊരു എല്ലാവരെയും വിളിച്ചിട്ടുള്ള ഒരു പരിപാടി ഫംഗ്ഷനാണ്. അപ്പോൾ എന്നാണല്ലോ ഏട്ടൻ വരണമെന്നൊക്കെ പറയുമ്പോൾ സച്ചി സമ്മതിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെ അപ്പോൾ സന്തോഷമാകും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് സച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതേസമയം സച്ചി പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ രേവതി തുണിയൊക്കെ മടക്കി വെക്കും. അപ്പോൾ രേവതിയോട് ചോദിക്കാനൊരു മടി. അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ വരുന്ന കാര്യമൊക്കെ സച്ചി ഇങ്ങനെ വന്ന് റൂമിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ബെഡിലിരിക്കുന്നു. രേവതി തുണി മടക്കുന്നു. രേവതി മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ തുണി മടക്കണം, എന്താ കാണത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു. അതിന് ശേഷം ഇങ്ങനെ അവരിങ്ങനെ പോകുന്നതിനെക്കുറിച്ച് സച്ചി രേവതിയോട് സംസാരിക്കും. അപ്പോൾ രേവതി പറഞ്ഞു, ഞാനങ്ങ് വരുന്നില്ല, എനിക്ക് വരണ്ട, അത് കപ്പിൾസിനുള്ളതാണ്, അത് കപ്പിൾസാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നു, അത് നാട്ടുകാരങ്ങനെ പറയും, അവർക്കറിയില്ലല്ലോ നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ള കാര്യം അവർക്കറിയാലോ, നാട്ടുകാർക്ക് എന്തും പറയാലോ എന്നൊക്കെ പറയുന്നു. ഞാൻ എന്താണെങ്കിലും വരത്തില്ല, എന്നെ നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി പറയും. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നു, ഞാൻ എന്നിട്ട് കെട്ടിയോനാ പറയുന്നതെന്ന് പതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതിക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. രേവതിക്ക് ഒരു സന്തോഷം ആയി അത് കേട്ടപ്പോൾ തന്നെ. അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, രേവതി ഞാൻ നിന്റെ കെട്ടിയവനാ, നീ അപ്പം ഭർത്താവാണ്, അപ്പം ഭർത്താവിൻ്റെ കൂടത്തിൽ നിനക്കിന്ന് വരത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അപ്പം രേവതി പറഞ്ഞു, ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് രേവതിക്ക് സന്തോഷമായിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ രേവതി അപ്പോൾ വേഗം എന്നാൽ ഞാൻ റെഡി ആകാമെന്നുള്ള കാര്യം, ഞാൻ വരാം എന്നുള്ള കാര്യം രേവതി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അപ്പോൾ സച്ചി എന്ന് റെഡിയാകാൻ പറയുന്നു. അതിനുശേഷം രേവതി അലമാരി തുറന്നിട്ട് ഇങ്ങനെ സാരി നോക്കും. അപ്പോൾ ചോദിക്കും, ഏതേ ഒരു കാര്യം ഉണ്ടെന്ന് ചോദിക്കും, പറയും. അപ്പം സച്ചിക്ക് എന്താ നീ ഇപ്പോൾ ചോദിക്കും, ഇതിൽ ഏത് സാരിയാണ് ഞാൻ എടുക്കണ്ടേ, ഇതൊക്കെ ഏത് സാരിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതിലൊരു സാരി സെലക്ട് ചെയ്താൽ ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടായിരുന്നു അല്ലേ എൻ്റെ അടുത്ത് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും റെഡിയായിട്ട് അവിടെ അങ്ങോട്ട് പോവുകയാണ്. അതേസമയം അവിടെ തന്നെ ശ്രുതിയും കൂടെ വന്നിരിക്കുക. അപ്പോഴത്തേക്കും പറയാം, ഇത് നല്ല ഹോട്ടലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, നല്ലൊരു അന്തരീക്ഷം കേട്ടോ ഇവിടെ അല്ലേ നീ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും അതേ എന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് രേവതി സച്ചിയും കൂടെ വരുന്നത്. ഇവർക്ക് അവരെ കാണുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. ഇവിടെ ഭയങ്കര റേറ്റാണ്, നീ പിന്നെ ഇവിടുത്തെ പൈസയൊക്കെ നിന്നെ കൊണ്ട് മുതലാവുമോ കൊടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ശ്രുതി ഇങ്ങനെ സച്ചിനെ കളിയാക്കുവാണ്. അപ്പോഴത്തേക്ക് സച്ചി, അതെ ഞാനിവിടെ ഹോട്ടലിൽ വെറുതെ വരുമോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ബില്ല് കൊടുക്കാനൊന്നും നിന്നെ കൊണ്ട് മുതലാവില്ല എന്ന്, നീ കയ്യിലൊന്നും കാണത്തില്ല, ഇവിടുത്തെ പാത്രം കഴുകേണ്ടി വരും, അതിന് മുന്നേ നീ സ്ഥലം വിട്ടോളാനൊക്കെ പറയുന്നു. തട്ടുകടയിലെ പോലെയൊന്നും അല്ല, ഇവിടെ ചെറിയ പൈസ ഒന്നും കൊടുത്താൽ പോരാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തട്ടുകടയിലെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ നടന്നവരുടെ കാര്യമൊക്കെ അറിയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് അങ്ങ് കൊള്ളും. അപ്പോൾ ശ്രുതി ഇങ്ങനെ മിണ്ടരിക്കുന്നുണ്ട്. ആ സമയത്താണ് ശ്രീകാന്ത് വരുന്നത്. അപ്പോൾ ശ്രീകാന്തിനെ എല്ലാവരും കാണുമ്പോൾ സന്തോഷമാകും. അപ്പോൾ ശ്രീകാന്ത് പറയുമ്പോൾ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഈ രണ്ട് ഇങ്ങനെ വന്നല്ലോ, നിങ്ങളെ കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതെ ഞാനും വലിയൊരു കുടുംബത്തിൽ തന്നെ ചെന്ന് കയറണമെന്നാണ് ആഗ്രഹിച്ച, എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉള്ള എല്ലാവരും ഉള്ളത്, അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു അമ്മേനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മേനെ പോയിത്താനാണോ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ ഇരിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അകത്ത് പോയിട്ട് രണ്ട് പേർക്കും ഓരോ പാത്രത്തിൽ ഇങ്ങനെ ജ്യൂസ് കൊണ്ടുവന്ന് വെക്കുകയാണ്. അവിടെ വേറെ ആൾക്കാരൊക്കെ വന്ന് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറേ കപ്പിൾസൊക്കെ അവിടെ വന്നിരിപ്പുണ്ട്. അതേസമയം ഇത് ജ്യൂസല്ല, സൂപ്പാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഈ സൂപ്പ് ഇവർ കുടിക്കുമ്പോഴത്തേക്കും രേവതി ചോദിക്കും, ഇത് നീ പ്രിപ്പയർ ചെയ്താണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അല്ലല്ല ഇത് വേറെ ഷെഫ് ഉണ്ടാക്കിയതാന്ന് പറയും. അപ്പോൾ രേവതി പറയും ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും. എന്നിട്ട് രേവതി പറയും, ഞങ്ങൾക്കൊക്കെ പണ്ടേ പനിയൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണത്തിന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സൂപ്പ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് കളിയാക്കി ഒരു ചിരിയൊക്കെയാണ്. അപ്പോൾ ശ്രുതിയൊക്കെ പറയും, ഓ സൂപ്പൊക്കെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും കൂടി ഇങ്ങനെ ഇന്ന് പറഞ്ഞ് ചിരിയൊക്കെയാണ്. അപ്പോൾ സച്ചിക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതിന് ശേഷത്തേക്കും വേറൊരു ഐറ്റം കൂടെ ഇവിടെ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേറൊരു ഐറ്റംസ് ഫുഡും കൂടെ കൊണ്ടുവരുവാണ്. അത് ഫോക്ക് സ്പൂണ് നൈഫൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെ കഴിക്കേണ്ടതാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയും കൂടെ ഈസി ആയിട്ട് നൈഫൊക്കെ ഉപയോഗിച്ച് ഫോക്കൊക്കെ ഉപയോഗിച്ച് ഫുഡ് കഴിക്കുന്നു. എന്ത് ചെയ്താൽ രേവതിക്ക് ഇത് കഴിക്കാൻ കിട്ടുന്നില്ല. രേവതി ഇട്ട് ഫോക്ക് വെച്ചിട്ട് കുത്തിയിട്ട് എന്ത് ചെയ്താൽ ഫുഡിൽ കിട്ടണില്ല. അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, നീ എങ്ങനെ ഇട്ട് കുത്താൻ, നീ കൈകൊണ്ട് കഴിക്കാമെന്ന്. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ കൈകൊണ്ട് കഴിക്കാനും ഒരു ബുദ്ധിമുട്ട്, എല്ലാവരും ഫോക്കൊക്കെ ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. അതിനുശേഷം അപ്പോൾ രേവതി ഇങ്ങനെ ആകെ കഷ്ടപ്പെട്ട് പോയിട്ടോ ഇങ്ങനെ രേവതിനെ കാണിക്കുന്നത്. രേവതിക്ക് എന്ത് ചെയ്ത് അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ രേവതിക്ക് ഇത് പറയാൻ പറ്റുന്നില്ല, കാരണം രേവതിക്ക് ഒരു പീസ് പോലും അത് വായിൽ വെക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം ഈ രേവതി കാണിക്കുന്നതാണത്തേക്ക് സച്ചിക്ക് ശ്രുതിക്കും ചിരിയൊക്കെ വരുവാണ്. അവരിരുന്ന് രേവതിനെ കളിയാക്കി ഇരുന്ന് ചിരിക്കുകയൊക്കെയാണ്. ഇതൊന്ന് കണ്ടിട്ട് സച്ചിക്കും അങ്ങ് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. രേവതിക്കോ ഇവർ കളിയാക്കിയില്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതിക്ക് ഒരു വിഷമമുണ്ട്.
ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കും, എന്താ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, എന്താ എന്തെങ്കിലും നല്ലൊരു സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ചോദിക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് എന്നാ സംസാരിക്കാനാന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുന്നു, അത് നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നോ എന്നിട്ട് ചോദിക്കുവാണ് സച്ചിയോട്. അപ്പോൾ സച്ചി പറയും, അതൊന്നും അല്ലെന്നേ, അവന് വേണ്ടി ആലോചിച്ചതായിരുന്നു, അവൻ ഒളിച്ചോടി പോയി, അന്നങ്ങനെ ആണ് ഞാൻ ഇവളെ കെട്ടിയതെന്നൊക്കെ പറയുന്നു, അത് ഉണ്ടാന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു ഇതാവും കേട്ടോ. അപ്പോൾ ഇനി ശ്രുതിയുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, ശ്രുതിയുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഇത് തന്നെയായിരുന്നു നല്ലത്. അപ്പം ശരിക്കും നിങ്ങളുടേത് സഹതാപ കല്യാണമായിരുന്നു ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അതേന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് ആകെ ദേഷ്യം വന്നിട്ട് രേവതി ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ ദേഷ്യം അടക്കി അങ്ങനെ ഇരിക്കുക കേട്ടോ. രേവതിക്ക് അങ്ങനെയൊന്നും പറയുന്നത് ഇഷ്ടമല്ല. രേവതിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സഹതാപ കല്യാണം കൊണ്ടാണ് സച്ചി കെട്ടിയെന്നൊക്കെ പറയുന്നു. അതിനുശേഷം അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സച്ചിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അവരങ്ങനെ പറഞ്ഞു, ശ്രുതി അങ്ങനെ പറഞ്ഞതൊന്നും. അതിനുശേഷം അവരിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വന്നപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അതെ അച്ഛൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു ഞാൻ അങ്ങനെ വിവാഹം കഴിക്കാനിരുന്ന തയ്യാറാകേണ്ടി വന്ന, അല്ലാതെ എനിക്കൊന്നും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ പൈസയുടെ കുറച്ച് ആവശ്യങ്ങൾ വന്നു, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ ഇത് അച്ഛൻ്റെ കുരുക്കിൽ പെട്ടുപോയതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അതേസമയം അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയും ഇങ്ങനെ ശ്രുതിനെ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് സംസാരിക്കുക, അങ്ങനെ ഇഷ്ടമുള്ളല്ലാത്ത ഒരാളെ വിവാഹം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള കാര്യം തന്നെ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചൊരു വിവരമൊന്നുമില്ല, അമ്മയ്ക്കാണെങ്കിൽ നല്ല കാര്യത്തെക്കുറിച്ചൊരു വിവരമുണ്ട്, അതെങ്ങനെയാ ഒരു വിവരമില്ലാത്തവരുടെ കയ്യിലേക്ക് പൈസ കിട്ടത്തുള്ളൂ, അച്ഛൻ അങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ശ്രുതി കുറ്റം പറയാണ്, അമ്മയാണ് നല്ലത്, അച്ഛൻ ചെയ്യുന്നതൊക്കെ തെറ്റാന്നുള്ള രീതിയിൽ. ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വരിക. സച്ചിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട്, സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ദേഷ്യം വന്ന് രണ്ടുപേരും ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ ദേഷ്യം പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഒരു രണ്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അപ്പോഴത്തേക്ക് ശ്രീകാന്തിൻ്റെ അടുത്ത് സച്ചി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ശ്രീകാന്തെ നീ പറ, അവനോട് മിണ്ടാതിരിക്കാൻ പറ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്ക് എല്ലാവരും നിങ്ങളിങ്ങനെ വെറുതെ അടി കൂടാതെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്. പക്ഷേ ശ്രുതി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ശ്രുതി പിന്നെ ഇരുന്ന് ഇങ്ങനെ അച്ഛനെ കുറ്റം പറയാനൊക്കെ തുടങ്ങുക, കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സച്ചി അവിടെ ദേഷ്യപ്പെട്ട് അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് ഇവനെ തല്ലാൻ തുടങ്ങുകയാണ്, ശ്രുതിനെ തല്ലാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവിനെ എന്തിനാ തല്ലണേന്ന് ചോദിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പോഴത്തേക്കും രേവതി പറയും, അതെ എന്നെ വെറുതെ തല്ലിയതൊന്നും അല്ലല്ലോ, എന്തൊക്കെയാണ് ഇവിടെ ഇരുന്ന് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറയാമുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയും കയറുവാണ്. അപ്പോൾ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ശ്രുതിനെ തല്ലിയെന്ന് പറയുന്നുണ്ട് സച്ചി. അപ്പോഴത്തേക്കും ഇങ്ങനെ രേവതി കൂടെ സച്ചിയെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് കുറച്ചും കൂടെ ഒരു ഇതായി. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത്. അങ്ങനെ സച്ചി ദേഷ്യപ്പെട്ട് ശ്രുതിനെ തല്ലി ഇങ്ങനെ വിരലിൽ പിടിച്ചങ്ങ് ഞെക്കി അങ്ങ് ഒടിക്കുക കേട്ടോ. അങ്ങനെ ഇവരുടെ തമ്മിലുള്ള അടിയായതുകൊണ്ട് അവിടുത്തെ പാർട്ടിയൊക്കെ കുളവായി. വേഗം ശ്രുതിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സച്ചിൻ രവതിയും കൂടെ വീട്ടിലേക്ക് വരുന്നു. അതിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സച്ചിൻ രവതിയും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നത്. ശ്രുതിയും കൂടെ അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നീ എന്തിനാത്ര മോശമായിട്ട് അവിടെ വെച്ച് പെരുമാറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ സച്ചിയോട് ദേഷ്യപ്പെടുവാണ് ശ്രുതി. അപ്പോഴത്തേക്കും പറയാം, അച്ഛനെക്കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചിട്ട്, അതുകൊണ്ട് തന്നെയാണ് തല്ലിയത്, അതെ എൻ്റെ ഹസ്ബൻഡ് കുടിക്കുന്നത് പറഞ്ഞാൽ നീ ഉണ്ടാക്കിയ പൈസ കൊണ്ടല്ല എൻ്റെ ഹസ്ബൻഡ് കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ നേരെ നല്ല മറുപടി തന്നെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. വേറെ ആരുടെയും ചെലവിലല്ല ഞങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ തന്നെയാണ് ശ്രുതി പറയുന്നത്. രേവതി ശ്രുതിയോട് പറയുന്നത്. നാളത്തെ എപ്പിസോഡിൽ നല്ലൊരു അടി സീൻ തന്നെയാണ് നടക്കുന്നത്. ശ്രുതിയും രേവതിയും കൂടെയും ശ്രുതിയും കൂടെയുള്ള വഴക്കൊക്കെയാണ് കാണിക്കുന്നത്. നല്ല മറുപടി തന്നെയാണ് ശ്രുതിക്ക് രേവതി കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് വീട്ടിൽ, ചന്ദ്രമതിയും ഒക്കെ ഉണ്ട്. വീട്ടിലെത്തിയിട്ടുള്ള ശേഷം ബാക്കി അടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ കൈയൊക്കെ വിരലൊക്കെ ഒടിച്ചു വെച്ചേക്കുവാണ് സച്ചി. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ ഡീറ്റെയിൽ കഥയായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ.